നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്നുള്ളതാണ്. എന്താണ് അവരുടെ സിറ്റുവേഷൻ, എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, നിങ്ങളോടുള്ള അവരുടെ ഒരു അപ്രോച്ചിൽ മാറ്റം വന്നിട്ടുണ്ടോ, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉള്ള ആളുകളായിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, ആർക്കായാലും ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആവുന്നതാണ്. എല്ലാവർക്കും കൂടിയാണ് നമ്മൾ ഈ റീഡിംഗ് എടുക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരിക്കുക. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. ടു ഓഫ് സോഴ്സ് ആണ് വന്നിട്ടുള്ളത്. ടു ഓഫ് സോഴ്സ് എനർജി വന്നാല് നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയുക, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമല്ല. ആള് കണ്ണും പൂട്ടി ഒരു തീരുമാനം എടുത്തതായിട്ടാണ് കാണുന്നത്. നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയ ആളാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർ തെരഞ്ഞെടുത്തിട്ടുള്ളത് തീരെ ചിന്തിക്കാതെയാണ് എന്നുള്ളതാണ് കാണുന്നത്. അവര് ഈ ഒരു കാര്യം, അതായത് നിങ്ങളുമായിട്ട് ഒന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തില് ഒരിക്കലും ഒരു തീരുമാനം, അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം അവർ എടുത്തിട്ടില്ല. അവര് കണ്ണുപൂട്ടി ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്തു പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ഒരു തീരുമാനം മാറാനുള്ള ചാൻസ് കൂടുതലാണെന്ന് കാണിക്കുന്നത്. കാരണം നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് ആലോചിക്കാതെ ചിന്തിക്കാതെ പെട്ടെന്നൊരു തീരുമാനം എടുത്തതായിട്ടാണ് കാണുന്നത്. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ആ ഒരു തീരുമാനം സ്റ്റേബിൾ ആയിരിക്കില്ല. അത് എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. കാരണം അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത്രയും ആലോചന ഇല്ലാത്തൊരു തീരുമാനമാണ്. അപ്പൊ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് ഓടി വരും. അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. ത്രീ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഫ്രണ്ട്ഷിപ്പ്, അതായത് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അവര് ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കാണെങ്കിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണാം. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സും ഒരു തേർഡ് പാർട്ടിയാണ് കേട്ടോ. ചില സമയത്ത് ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ഒരു ശത്രു. അതായത് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു തടസ്സം നിൽക്കുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ അവർ നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിക്സ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത്. പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, ഇമോഷണലി സ്റ്റേബിൾ ആണ്, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ഫാമിലിയിലൊക്കെ അവർ സ്റ്റേബിൾ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അവര് നിങ്ങളിലേക്ക് വരണം, നിങ്ങൾക്കും ഈക്വൽ ആയിട്ട് സ്നേഹം തരണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. നിങ്ങളെയും കെയർ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, കെയർ എല്ലാം അവര് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സിക്സ് ഓഫ് സോർഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെ ദൂരത്താണ്, ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവര് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ആള് നാട്ടിലേക്ക് വരുന്നു നിങ്ങളെ കാണാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവര് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ട് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ഫൈവ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് സന്തോഷിക്കാൻ പറ്റാതെ അവർ അത്രയും വിഷമത്തിലൂടെ കടന്നു പോകുന്നു. സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിക്ക് അകത്താണെങ്കിലും അവര് നിങ്ങളുടെ ഓർമ്മകളിലാണ്. അവർ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഇത്. കണ്ടോ, തല താഴ്ത്തി വിഷമിച്ച് നിൽക്കുന്ന ആട്ടാണ്. അപ്പൊ അവർക്ക് ഒരു കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല. അവർക്കൊരു കാര്യത്തിലും ശ്രദ്ധയില്ല, സന്തോഷമില്ല.
അങ്ങനെ ഒരു ഒറ്റപ്പെട്ട പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് അവര് നിന്നാ കാണുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരിൽ നിന്നും അകന്ന് അവര് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്, നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ അവർക്ക് വിഷമം വളരെ അധികം ഉണ്ട്. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവർ വിഷമിക്കുന്നുണ്ട്, അവര് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് പറയുന്നത് പുതിയ തുടക്കം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ്, ഒരു മാറ്റം വരുന്നതായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള കാർഡാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ചെറിയ പിണക്കം, നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ അതൊക്കെ മാറി അവര് സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ, നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരുന്നു, നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു, നിങ്ങളുമായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോവാൻ. അങ്ങനെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആക്കി നിങ്ങളോട് സംസാരിക്കണമെന്ന് അവർ അത്രയും നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് വാൺസ് ആണ്. അവര് വരുന്നതായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ലെസ് കോണ്ടാക്ട്, ചിലപ്പോൾ അവർ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളുമായിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് സംസാരിച്ച് നല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് ഇടപഴകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് സത്യം പറയാൻ എന്താ പ്രശ്നം എന്നറിയോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വിചാരിക്കുന്ന അതുപോലെയാണ് മറ്റൊരാൾ എടുക്കുന്നേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ തമാശ രൂപത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നത് ചിലപ്പോൾ സീരിയസ് ആയിട്ടായിരിക്കും. അപ്പൊ അതൊക്കെ അവരുടെ ഹൃദയത്തിൽ തറച്ചു കയറുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് ഏൽക്കുന്ന മുറിവുകള് അത് ഒരുപാട് തവണ നമുക്ക് ആ ഒരു മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിങ്ങനെ അവര് സൂക്ഷിച്ചു വെക്കും. അവരുടെ മനസ്സിന് സത്യം പറഞ്ഞ വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ ഒരിക്കലും പോവില്ല കേട്ടോ. അതിനിപ്പോ തമാശക്ക് പറഞ്ഞതാണെങ്കിലും അത് അവിടെ കിടക്കും. ഓക്കെ, അപ്പൊ ആ കിടക്കുന്നത് കൂടുതൽ കൂടുതൽ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു ദിവസം അവരത് ഈ ഒരു ചിലപ്പോൾ ഒരു പെട്ടെന്ന് നിങ്ങൾ ചെറിയൊരു കാര്യമായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ ഇത്രയും നാൾ അവരുടെ ഹൃദയത്തിൽ തറച്ചിട്ടുള്ള മുള്ളുകളൊക്കെ കൂടെ ഒന്നിച്ചൊരു സ്ഫോടനം പോലെ ആയിരിക്കും ഉണ്ടാവുക. അവര് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് നിർത്തി അങ്ങ് പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എന്ത് കാരണമായിരിക്കും അവള് എന്നെ വിട്ടു പോയിട്ടുണ്ടാവുക. പെട്ടെന്നൊരു ദിവസമാണ് അവര് നിങ്ങളോട് കോണ്ടാക്ട് നിർത്തിയിട്ട് പോയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവും, വിഷമിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അതിനുള്ള കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചിലപ്പം തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു സന്ദർഭത്തിൽ പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വിഷയത്തിൽ ഒരു വലിയ വില്ലനാണ്. അപ്പോൾ നിങ്ങൾ അത് സൂക്ഷിച്ച് വേണം നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് മറ്റാൾ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ അത് സൂക്ഷിച്ച് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളുടെ പാർട്ട്ണറോട്. ഓക്കെ, ഹെർമിറ്റ് കാർഡാണ്. അപ്പോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ അവർക്ക് മാറുന്നതായിട്ടാണ്. അതായത് ഇതുവരെ അവര് കരുതിയ കാര്യങ്ങളൊന്നും ശരിയല്ല, നിങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവര് അറിയുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങളെ കുറിച്ച് ഇതുവരെ അവർ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയ സമയത്ത് അവര് പല കാര്യങ്ങളും നിങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്.
അപ്പോ അവര് നിങ്ങളെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇവർ വരുന്നതായിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ അന്വേഷിക്കുകയാണ്, എന്താ ഈ പേഴ്സൺ എങ്ങനെയായിരുന്നു, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇയാൾ ജെന്യുവൻ ആണോ എന്നുള്ളതൊക്കെ അവര് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചിട്ട് അവർക്ക് ഒരു തിരിച്ചറിവ് വന്നിരിക്കുകയാണ്, ഈ ഒരു പേഴ്സൺ നല്ലൊരു വ്യക്തിയായിരുന്നു, പക്ഷെ ഞാൻ ഇവരെ തെറ്റിദ്ധരിച്ചു പോയി എന്നുള്ള റിയലൈസേഷൻ ഇവർക്ക് ഇപ്പോൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ടെമ്പറൻസ് ആണ്. ഈ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ എത്ര സ്നേഹം ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പേഴ്സണ് കൊടുത്തത്. സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ ഇവർക്ക് വിഷമങ്ങളാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വിഷമങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്തത് എന്താണ്, എത്ര അളവിലാണ് നിങ്ങൾ സ്നേഹം അവർക്ക് കൊടുത്തിട്ടുള്ളത്, അതേ അളവിൽ തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവിടെ കണ്ടോ, ഈ ഒരു കപ്പിൽ നിന്ന് അതേ അളവിലുള്ള മറ്റൊരു കപ്പിലേക്ക് ഒഴുക്കിയാണ് ഈ ഒരു വെള്ളം. അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യന്മാരുടെ ലൈഫും ഇമോഷൻസും ഒക്കെ വരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ അവർക്ക് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങൾ അവരോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹം നിങ്ങൾക്ക് തരും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ദ ഹയറോഫന്റ് ആണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ആദിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, റിലീജിയൻ വേറെ വേറെ ആണെങ്കിൽ ഈ തടസ്സം അവര് മറികടന്ന് നിങ്ങളിലേക്ക് വരുന്നതാണ്. ചിലപ്പോൾ അത് കാരണം നിങ്ങൾ രണ്ടുപേരുടെയും ഫാമിലി തമ്മിൽ സമ്മതിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു റിലീജിയൻ വ്യത്യാസത്തിലുള്ള ഒരു പ്രശ്നം അതൊക്കെ അവര് മറികടന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അവര് മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയണം. അവര് നേരത്തെ നമ്മൾ കണ്ടല്ലോ, നിങ്ങളെ പറ്റിയിട്ട് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയതിനു ശേഷം നിങ്ങളോട് അവർക്ക് സോറി പറയണം. അവര് ആഗ്രഹിക്കുന്നത് ഈ ഒരു നിങ്ങളോട് തുറന്ന് പറഞ്ഞ് ഈ ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്ന് പുറത്തു വന്ന്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളോട് സ്റ്റേബിൾ ആയിട്ട് സംസാരിക്കണം. നിങ്ങളോട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയണം. അവരുടെ തെറ്റിദ്ധാരണകൾ, അവർക്ക് സംഭവിച്ചു പോയ തെറ്റിദ്ധാരണയ്ക്ക് അവര് നിങ്ങളോട് സോറി പറയാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഫസ്റ്റ് പുണർദാണ്. 1987 ആണ്. 1996 ആണ്. ജൂൺ, ജനുവരി, ഉത്രാടം, ലെറ്റർ പി, ലെറ്റർ എസ്, മകം, ലെറ്റർ എ, 1993, ലെറ്റർ എൻ, ലെറ്റർ ടി, അനീഴം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ പോസിറ്റീവ് മൈൻഡോടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വന്നതായിട്ട് ഹാപ്പി ആയിട്ട് വരുമ്പോൾ നമ്മൾ എത്ര ഹാപ്പിയാവും, ആ ഹാപ്പിനെസ് നമ്മൾ ഇപ്പോഴേ നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നമ്മൾ എന്താണോ നമ്മൾ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.